തമ്മല്ലേ വളരെയധികം പ്രയാസത്തോടും അവിടുത്തെ പരിശുദ്ധ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. മാനുഷികമായി ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന് ഉത്തരം കണ്ടെത്തുവാൻ കഴിയുന്നില്ലെങ്കിലും ഞങ്ങളുടെ പ്രതിസന്ധി ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നും എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നുവെന്നും യഹോവ സമീപസ്ഥലത്ത് ഞങ്ങളെ പഠിപ്പിച്ചറിയിക്കുകയും ദൈവം അവിടുന്ന് ആക്കിയാണ് സ്തോത്രം. ഈ പ്രിയ നിന്റെ മകൻ അന്തിമോപചാരം അർപ്പിക്കുന്നു. പ്രാർത്ഥനയോടും പ്രത്യാശയോടും കൂടെ നിന്റെ മകനെ യാത്രയെപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ നന്മകളും കണ്ടു നടന്നോട്ടെ. അങ്ങോട്ട് തിരിഞ്ഞാ മതി. അവർക്ക് നഷ്ടം അതുപോലെയാണ് ഓരോ കുടുംബത്തിനും ഉണ്ടായ നഷ്ടം. ഓരോ കുടുംബത്തിൻ്റെയും നഷ്ടവും പ്രയാസവും കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം പൊട്ടിപ്പോകുന്നതാണ്. എന്തുകൊണ്ടിങ്ങനെ ഉണ്ടായി? എനിക്കതിന് മറുപടിയില്ല. ദൈവത്തിൻ്റെ നിശ്ചയം നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ ഈ കുടുംബങ്ങളെയൊക്കെയും ചേർത്ത് പിടിച്ച് ആ കുടുംബങ്ങളെ സഹായിക്കേണ്ട സമൂഹത്തിൻ്റെ ഘടനയാണ്. കേരള ഗവൺമെൻറ് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവർ വർക്ക് ചെയ്ത കമ്പനിയുടെ ഉടമസ്ഥനും സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്, കുവൈറ്റ് ഗവൺമെൻറ് സഹായിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് സഹായം കൊടുക്കാനാണ് പ്രതീക്ഷിക്കുന്നു. ഈ കുടുംബങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. ആ നിലയിൽ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ വിലയിരുത്തി അവർക്ക് നിലനിൽക്കാൻ കഴിയുന്ന അവരുടെ ലോഡും മറ്റ് സാഹചര്യങ്ങളും ഈ ഒരു വീടിൻ്റെ പ്രതീക്ഷയാണ് ഇവിടെ അസ്തമിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഓരോ വീടിൻ്റെയും കാര്യങ്ങൾ നോക്കി അവർക്ക് സഹായിക്കാൻ കഴിയുന്ന സാഹചര്യം ഇനിയിപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ആ വീടുകളെ ചേർത്ത് പിടിച്ച് ഇതുവരെ പിന്നെ എല്ലാവരും അവരെ ചേർത്ത് പിടിച്ചു. ഈ ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുന്നതാണ് നമ്മളെവിടെയും കണ്ടത്. ആ ചേർത്ത് പിടിച്ച് അവരെ പിന്നെ ഒരു നിരാശയുടെ പടികുടിയിൽ നിന്ന്
കരകയറാൻ കഴിയുന്ന ഒരു ഉത്തേജനം നൽകാൻ കഴിയണം. അതാണ് ഇനി നമുക്ക് ആവശ്യമായത്.